ഇന്ത്യ രാജ്യത്തെ ആകെ PSC നിയമനം എടുക്കുക, സംസ്ഥാന നിയമനം എടുക്കുക, അല്ലെങ്കിൽ UPSC നിയമനം എടുക്കുക. ഞാൻ ആധികാരികമായി ചർച്ച പറയുകയാണ്. 50%. ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നടന്ന PSC നിയമനത്തിൽ 50% കേരളത്തിലാണ്. സത്യം എന്താണെന്ന് ആർക്കറിയാം? കേരളത്തിലാണ് 50%. കേരളത്തിൽ ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു 30,000 നിയമനം നടക്കുമ്പോൾ UP നടക്കുന്ന നിയമനം 5,000 മാത്രം. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനൊരു തെറ്റിദ്ധാരണ നടത്തുകയല്ല. കേരളത്തിൽ PSC മാത്രമാണ്. തമിഴ്നാട്ടിൽ പോലീസിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മറ്റ് സംവിധാനമാണ്. ഓരോ സ്റ്റേറ്റിലും ബോർഡുകളിലേക്ക്, പോലീസിലേക്ക്, സംവിധാനത്തിലേക്കൊക്കെ വ്യത്യസ്ത ബോർഡുകളാണ്. കേരളത്തിൽ ഇത് മുഴുവൻ ചെയ്യുന്നത് PSC ആണ്. അതുകൊണ്ടാണ്, അതാണ് കണക്കിന്റെ പ്രത്യേകത. അല്ല ചുമ്മാ ഇരുന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫാക്ട്സ് പറയാതെ. റെയിൽവേയിൽ എത്ര ഒഴിവുണ്ടെന്നറിയോ? ഇന്ത്യൻ റെയിൽവേ ദേശീയ തലത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല കാര്യങ്ങളും ഉണ്ടാകും. ജോലി കൊടുക്കുന്നത് ഇവിടെ തസ്തിക ഉണ്ടാക്കിയല്ലോ, ഉള്ള തസ്തികകളിലേക്കല്ലേ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇന്ത്യയിൽ എവിടെയാണ് പൊതുമേഖല നിയമനം നടത്താൻ? നമ്മുടെ ഒരു സർക്കാരിനെ ആക്രമിക്കുമ്പോൾ ഇപ്പൊ തന്നെ മാധുവിന്റെ ചോദ്യം എന്തായിരുന്നു? തസ്തിക ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കൂടുതലായി വരുമ്പോൾ തസ്തിക വർദ്ധിക്കും. നമ്മൾ ഈ പരീക്ഷ എഴുതി ലിസ്റ്റ് ഇടുന്ന അട്ടല്ലോ നിയമനം നടത്താൻ വേണ്ടി, അല്ല നിയമനം നടത്താൻ വേണ്ടിയിട്ടല്ലേ? അത് ഉണ്ടാകുന്നില്ല റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക്. ഞാൻ വളരെ സമാധാനമായിട്ടാണ് പറയുന്നത്. അങ്ങനെ വ്യക്തിപരമായ കോൺഗ്രസ് അല്ലല്ല, ഞാൻ സമാധാനമായിട്ട് പറയണത്. നിങ്ങൾ എന്ത് പറഞ്ഞു എന്നല്ല എന്റെ ചർച്ച. സർ, നമ്മളൊരു തലക്കെട്ടിട്ടാണ് ചർച്ചയ്ക്കിരിക്കുന്നത്. എന്റെ ചർച്ച എന്താ അങ്ങനെ പറയരുത്. നമ്മളൊരു തലക്കെട്ടിട്ടാണ് ചർച്ച ചെയ്യുന്നത്. UPSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നത്. ശരിയാണ്, ഇത് PSC നിയമനവുമായി ബന്ധപ്പെട്ടാണ് സർ. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. KC വേണുഗോപാൽ AICCയുടെ നേതാവാണ്. കോൺഗ്രസിന്റെ അധ്യാപക സംഘടനാ നേതാക്കന്മാർ PSC റാങ്ക് പട്ടികയിൽപ്പെട്ടവരെ വിളിച്ചുകൂട്ടി. എന്തിനാ വിളിച്ചുകൂട്ടിയേ? നിങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ജോലി തരാം. പറഞ്ഞു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അത് തന്നെ, ഞാനത് തന്നെ പറയണത്. അപ്പൊ കൊടുക്കണം. ചോദ്യം ഞങ്ങളോട് വേണ്ട. അത് അവരോട് ചോദിച്ചത്. അത് ഒരു കൂട്ടർ സമരത്തിൽ നിന്നു, തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ജോലി തന്നേക്കാമെന്ന് പറഞ്ഞു. ഇനി ചോദ്യമല്ല, അങ്ങോട്ട് മതി. എന്തോ എങ്ങനെ ഒരു വർഷം അങ്ങയുടെ സർക്കാരിന് മുന്നിൽ ആ ലിസ്റ്റ് ഉണ്ട്. ഉണ്ടല്ലോ. ആ ലിസ്റ്റ് അവിടെ എങ്ങനെ വെക്കാനല്ലോ. അതെ, ഇപ്പൊ മാധുവിന് കാര്യം മനസ്സിലായല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? PSCയുടെ റാങ്ക് പട്ടിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തയ്യാറാകുന്നത്? എല്ലാ വർഷവും ഒരു ഒഴിവുണ്ടെങ്കിലും 10 ഒഴിവുണ്ടെങ്കിലും റാങ്ക് പട്ടിക വരും. പ്രതീക്ഷിത ഒഴിവിലേക്ക് റാങ്ക് പട്ടിക വരും. അങ്ങനെ റാങ്ക് പട്ടിക വരുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ അവിടെ ഒഴിവുണ്ടാകണമെങ്കിൽ ആ ഒഴിവ് പ്രതീക്ഷിച്ചിട്ടാണ് റാങ്ക് പട്ടിക. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അങ്ങനെ റാങ്ക് പട്ടികയിൽ പെട്ട കുട്ടികളെ കോൺഗ്രസുകാർ ദുർബോധനം കൊടുത്ത് നിങ്ങൾക്ക് നിയമനം കിട്ടാത്തത് പിണറായി ദുഷ്ടനായതുകൊണ്ടാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിയമനം ഉടനെ റെഡി, അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് കബളിപ്പിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് ഇപ്പൊ അവരെ പറ്റിച്ചപ്പോ അവർ മണ്ണ് നിന്ന് ഇറങ്ങി. അങ്ങനെ അവരെ പറ്റിച്ചവരെല്ലാം കൂടി ഇപ്പൊ പറയുകയാണ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവർ സമരം നടത്തിയത് ആര് പറ്റിച്ചിട്ടാണ് സർ? അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ അവർ സമരം ചെയ്ത് ആര് പറ്റിച്ചിട്ടാണ്? ഈ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വയനാട്ടിൽ മണ്ണ് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല. അതുകൊണ്ട് മണ്ണിടിഞ്ഞ ആള് ചത്തു. ഇത്ര ഉള്ളല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു നിയമനം ബാക്കി വെച്ചോ? നിങ്ങൾ പരിശോധിക്കുക. ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. ശരി ശരി, ഇന്ന തസ്തികയിൽ ഒഴിഞ്ഞു കിടന്നിട്ട് നിയമനം നടത്തിയില്ല എന്ന് പറയാനുണ്ടോ? ശരി, അത് നമുക്ക് എല്ലാവരിലേക്കും വന്നത് അവരാണ് സാർ അതിന് മറുപടി പറയുന്നത്. അവരെന്തിനാണ് സമരം നടത്തിയെന്ന് അവരാണ് മറുപടി പറയുന്നത്. നീ ഓടിപ്പോയി 2 ചാക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവാ, തളം വെച്ച അല്പം ആശ്വാസം കിട്ടും. അപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം. അദ്ദേഹം നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം എന്താ? ഒഴിവുണ്ടായിട്ടും നിയമനം നടത്താതിരുന്നോ? അതിന്റെ അർത്ഥം ഒഴിവുണ്ടായിരുന്നില്ല എന്നാണ് അനിൽകുമാർ വാദിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒഴിവില്ലാതെയാണോ PSC പരീക്ഷ നടത്തിയത്? PSC പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ വിളിച്ചത്, പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. അതപ്പോ പിന്നെ എന്തിനാ നിങ്ങൾക്ക് വെറുതെ ഒരു ഹരത്തിന് വീട്ടിലിരുന്ന പിള്ളേരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചാണോ? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. നിങ്ങൾ എന്തിനായിരുന്നു ഒഴിവില്ലാതെ അങ്ങനെ ഒരു പരീക്ഷ നടത്തിയത്? അപ്പോൾ ഇപ്പോഴത്തെ പുതിയ സർക്കാർ ഉത്തരവാദിത്തമാണെന്നല്ല പറയുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷത്തിന് മേലെയായി അല്ലേ? അപ്പോൾ 40 ദിവസമായ സർക്കാരിനോട് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലത്ത് എന്താണ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു മര്യാദയുണ്ട്. നിങ്ങൾ അതിന് പകരം പറഞ്ഞ എന്താ? അന്ന് സമരത്തിന് ഇരുന്നവർ എന്തിനിരുന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന്.
ആ കുട്ടികൾക്കാർക്കും വീട്ടിലിരുന്ന് ഇപ്പോൾ ചുമ്മാ മടുത്തിട്ട് വന്ന് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് സമരത്തിന് ഇരുന്നല്ല. നമുക്ക് എല്ലാവർക്കും, നമ്മളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ്, നമുക്ക് എല്ലാവർക്കും യാഥാർത്ഥ്യം അറിയാം. പക്ഷെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അവരെ പരീക്ഷയ്ക്ക് ക്ഷണിച്ചത് PSC, അവർ ആപ്ലിക്കേഷൻ കൊടുത്തു, കുത്തിയിരുന്ന് പഠിച്ചു, പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റിൽ വന്നു. SFIക്കാർ ചെയ്ത പോലെ കോപ്പി അടിച്ചും മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയൊന്നല്ല അവർ വന്നത്. ശവത്തെ കുത്തരുത്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ അവർ നിയമനം കിട്ടാതെ വരുമ്പോൾ ആ ഒരു സെക്രട്ടേറിയറ്റിന് പുറത്ത് വന്ന് സമരം ചെയ്യുന്നു. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തത്തോടെ മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. അതിനെ ആക്ഷേപിക്കാൻ അവർ എന്തിനു വന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് പരീക്ഷ നടത്തിയെന്നുള്ള ഉത്തരവാണ് ആദ്യം പറയേണ്ടത്. അല്ലാതെ അവിടെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾ കൂടി ചോദിക്കുന്നത് തന്നെയാണ്, ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് എന്തിനാണ് പരീക്ഷ നടത്തിയത് എന്ന് തന്നെയാണ്. അല്ല, ഞാൻ അനിൽകുമാറോട് അതാ ചോദിക്കുന്നത്. ഈ പരീക്ഷ നടത്തിയത് UDFന്റെ കാലത്തല്ല, LDFന്റെ കാലത്താണ്. നിങ്ങൾ എന്തിനു പരീക്ഷ നടത്തി? എന്നിട്ട് അവർ പറയുകയാണ് എന്തിനു വന്നിരുന്നു എന്ന് അവരോട് ചോദിക്കണമെന്ന്. നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലേ? 40 ദിവസം മുമ്പുള്ള ഒരു കാര്യം അനിൽകുമാർ ഓർമ്മയില്ലാത്ത പോലെ പറയാൻ പാടില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. താങ്കൾ ഇവിടെ കുറെ നുണകൾ പറഞ്ഞു. അതിലൊരു നുണ ആദ്യം പൊളിച്ചിട്ട് ഞാൻ ബാക്കിയിലേക്ക് വരാൻ മറുപടി താങ്കളുടെ ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ? അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കല്ലേ? എന്താണ് മാധു ഇത്? അല്ല, അങ്ങയുടെ ഊഴത്തിലായിരുന്നല്ലോ. എനിക്കെന്താ വിഷമം? നിങ്ങൾ പിള്ളേരെ പറ്റിച്ചാൽ എനിക്കെന്താ വിഷമം? ഞാനൊന്ന് പറയട്ടെ, എനിക്കെന്താ വിഷമം? നിങ്ങൾ പിള്ളേരെ പറ്റിച്ചാൽ എനിക്കെന്താ വിഷമം? നിങ്ങളുടെ സ്വഭാവം അതല്ലേ? ഒരു കള്ളം താങ്കൾ പറഞ്ഞു. കേരളത്തില്, ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകൾ പൂട്ടിപ്പോയി. ഇതിന് മാത്രം ഒരു മറുപടി പറയട്ടെ മാധു. 2020-21 കാലത്ത് കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 5020 ആയിരുന്നു. അത് 24-25 ആയപ്പോൾ 4808 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 100 സ്കൂളുകൾ എവിടെ പോയി അനിൽകുമാറെ? ആ സർക്കാർ മേഖലയിൽ പൂട്ടിപ്പോയ സ്കൂളുകൾ നിങ്ങളുടെ കാലത്താണെന്ന് നിങ്ങളുടെ രാജ്യസഭ MP തന്നെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 10247 സ്കൂളുകൾ സ്വകാര്യ മേഖലയിലും പൂട്ടിപ്പോയിട്ടുണ്ട്. 500 ജില്ലാ സ്കൂളുകൾ 5 വർഷത്തിനിടയിൽ പൂട്ടിപ്പോയിട്ട് നിങ്ങളുടെ കാലത്താണ്. അത് ആരുടെയും വ്യക്തിപരമായി ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പലതരം നയങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാത്ത രീതിയിൽ കള്ളം മാത്രം പറയരുത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. എന്തിനാണ് അനിൽകുമാറെ PSC ആസ്ഥാനത്ത് ചെയർമാൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ച് കയറി ഇറങ്ങി ഇറങ്ങുന്നത്? എന്തിനാണ് PSC ഉത്തരക്കടലാസുകളും മറ്റു ഫയലുകളും കത്തിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുന്നത്? എന്തുകൊണ്ട്? വിവരാവകാശ രേഖ പ്രകാരം 20 വർഷം മുമ്പ് 20 വർഷം വരെയുള്ള രേഖകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് വിവരാവകാശ നിയമം നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ അതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ നശിപ്പിച്ച് കളയാൻ ഓർഡർ ഇടുന്നത്. ആരെ പേടിച്ചിട്ടാണ്? ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന, മര്യാദയ്ക്ക് പഠിച്ച പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന സെക്രട്ടേറിയറ്റിന് പുറത്ത് കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കുട്ടികളെ പേടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ഉത്തരവാദികൾ PSC ആണ് ഒന്നാമത്തെ ഉത്തരവാദി. ഞാൻ ഒരു കാര്യം കൂടി പറയാം മാധു. ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ജൂൺ മാസം 11-ാം തീയതി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി K മുരളീധരൻ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വേക്കൻസികൾ അടിയന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, PSC വഴി റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അത് കാര്യമാത്ര പ്രസക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഉത്തരവാദിത്തം ഈ കേരളത്തിലെ സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഏറ്റെടുക്കണം. അതിന് മറുപടി പറയണം. നിങ്ങൾ മാധ്യമ പ്രവർത്തകരെന്നുള്ളിൽ നിങ്ങൾ അന്വേഷിക്കണം. താൽക്കാലിക ജോലി ചെയ്യുന്നവരുടെ എണ്ണം, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം, റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത കുറവ്, ഇതെല്ലാം നടക്കണമെന്നേ. നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അങ്ങനെ സർക്കാരിന്റെ സിസ്റ്റത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇവിടുത്തെ മന്ത്രിമാർ തന്നെയാണല്ലോ. റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ട് സംവിധാനങ്ങളിൽ നിന്ന് ആ റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ഭരണത്തിൽ പിടിയില്ലാത്തത് കൊണ്ടാണ്. 40 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കാം, പരിമിതികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഉണ്ടായിരിക്കും എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികൾ ഇവരാരും കത്തിക്കുത്ത് കേസിലെ പ്രതികളും കോപ്പി അടിച്ച ആളുകളും റാങ്ക് ലിസ്റ്റ് ഉത്തരക്കടലാസ് തിരുത്തിയ ആളുകളും വേണ്ടപ്പെട്ടവരല്ലാത്തത് കൊണ്ട് മാത്രമല്ല അവർ പെരുവഴിയിൽ ഇരിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പൊ PSC ചെയർമാന്റെ ഡ്രൈവറുടെ ബന്ധുവിനും അക്രമം നടത്തുന്ന ഗൺമാന്റെ ബന്ധുവിനും ഒക്കെ നിയമനം കൊടുക്കാൻ, ശുപാർശ കത്ത് കൊടുക്കാൻ, വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ ആർജവം കാണിച്ച ഒരു സർക്കാരിന്റെ കാലത്ത് പെരുവഴിയിലിരുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധി വന്ന് ചോദിക്കുക അവരെന്തിനാ സമരത്തിലിരുന്നെന്ന് അവരോട് ചോദിക്കാൻ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം വല്ല പണിക്ക് പോയിക്കൂടെ?